വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നലെയും ഇന്നും നാളെയും കൊല്ലത്ത് നടന്ന ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവലിൽ നിന്നുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ തന്നെ കാണുക. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവല്ലയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ 2 മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസവും അതുപോലെ നല്ലൊരു ഭാവി അവർക്കുണ്ടാകാനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എന്ന് മാത്രമല്ല, അവരുടെ വെൽവിഷറായിരിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളാലും അവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് ഡേവിഡ് എന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ അലൻ ഡേവിഡിൻ്റെ ബർത്ത്ഡേ ജൂൺ 10 ഞങ്ങൾ ചേർന്ന് ആ മോനെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ഭയങ്ങളിൽ നിന്നും പരിപൂർണമായ മോചനം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അലൻ. മാത്രമല്ല കർത്താവെ, മകൾ അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അലർജിയും യേശുവിൻ്റെ നാമത്തിൽ ആ മകളിൽ നിന്നും മാറിപ്പോകട്ടെ. അതുപോലെ താരൻ വരുന്ന ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. തോമസ് ഡേവിഡിനായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, സമാധാന നിർഭരമായൊരു ജീവിതമുണ്ടാകാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. തലശ്ശേരിയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു പാർട്ട് ടൈം ജോലി ലഭിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ലഭിക്കട്ടെ. എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഹോളിഡേയ്സിൽ ഫുൾ സാലറി ലഭിക്കത്തക്ക രീതിയിൽ കർത്താവെ നീ ഈ സഹോദരിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നടക്കട്ടെ. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ UK നിന്നുള്ള ഫേബ, റീമ ആൻഡ് ഡെബി 3 പെൺകുഞ്ഞുങ്ങൾക്കുമായി ഈ സമയത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ലോകം എമ്പാടുമുള്ള സകലരും ചേർന്ന് അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവ് ആ കുടുംബത്തെ അങ്ങ് ഐശ്വര്യമായി എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജൂലൈ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ.
सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है। ഈ സഹോദരിയുടെ പേര് സുജാത എന്നാണ്. 1.5 വർഷമായി നമ്മുടെ കൊല്ലം ബ്ലെസ്സിങ് സെൻറ്ററിൽ താൻ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയിലും താൻ വരുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിലധികമായി തനിക്ക് ശക്തമായ നെഞ്ചുവേദന, എപ്പോഴും ഒരു നെഞ്ചുവേദനയുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് ഇടയ്ക്ക് സമയത്ത് വരുന്നതാണോ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ 6 മാസമായിട്ട് എല്ലാ ദിവസവും ഏത് നേരവും ഈ നെഞ്ചുവേദന ഉണ്ടാകും. നെഞ്ചുവേദനയും കൊണ്ടാണ് താൻ ജീവിച്ചത് തന്നെ. അതുകൊണ്ട് താൻ പെട്ടെന്ന് ചുമച്ചു പോയാൽ, ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നെഞ്ചുവേദന ശക്തമായ രീതിയിലോട്ടാകും, ഒരു ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിൽ. അതുപോലെ ശക്തമായ നെഞ്ചുവേദനയുമായി താൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, അനന്തസ്നേഹത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പുസ്തകം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കൊടുത്തിരുന്നു. ഈ സഹോദരി ആരുടെ കയ്യിൽ ആ ഒരു പുസ്തകമുണ്ട്. അതിലെ 39-ാമത്തെ പേജിൽ ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. നമ്മളുടെ എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന താൻ മിക്കപ്പോഴും എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പുസ്തകം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കും, അതുപോലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതുപോലെ കൊല്ലം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ താൻ കടന്നു വന്നപ്പോൾ ഡാമേൻ ബ്രദർ ഇതുപോലെ താൻ വിളിച്ചു പറയുക ചെയ്തെന്ന് പറഞ്ഞത്, ഇതുപോലെ നെഞ്ചുവേദനയുമായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞു ഡാമേൻ ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ആശ്വാസം, ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, അന്നത്തെ ആരാധനയ്ക്ക് ശേഷം താൻ ആ ഹോളിലിരുന്ന് താൻ ചുമച്ചു നോക്കി, ഈ സൗഖ്യം എനിക്ക് കിട്ടിയോ എന്നറിയാൻ വേണ്ടി. അതെ, താൻ ആ ഹോളിലിരുന്ന് ചുമച്ചു നോക്കി. ഈ സഹോദരി പറയുകയാണ്, അന്ന് താൻ ചുമച്ചു നോക്കിയപ്പോൾ മുതൽ ആ നെഞ്ചുവേദന ഇതുവരെയും, ഇന്ന് മാസങ്ങൾ പലതും കഴിഞ്ഞു, തുടർമാനമായി വന്നുകൊണ്ടിരുന്ന നെഞ്ചുവേദന ഇല്ല. യേശു തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കിയെന്ന് പറയുകയാണ്. മറ്റൊരു സാക്ഷ്യം, തൻ്റെ മകൻ കഴിഞ്ഞ നാളെ ഡിഗ്രി പഠനം കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ മകൻ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി എല്ലാ ഞായറാഴ്ചകളും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രധാന വിഷയം തൻ്റെ രോഗത്തെക്കാൾ ഉപരിയായി തൻ്റെ മകന് നല്ല രീതിയിലൊരു ഭാവി ഉണ്ടാകണമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചിരുന്നത്. പ്രാർത്ഥനാ വിഷയം എഴുതുമ്പോഴൊക്കെ ഈ കാര്യങ്ങളാണ് കൂടുതലായി താൻ എഴുതി കൊടുത്തിരുന്നതൊക്കെ. ഈ സഹോദരി പറയുകയാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് തൻ്റെ മകനും കുറച്ച് കൂട്ടുകാരും കൂടി നാസിക് ഡോൾ എന്ന് പറയുന്ന ഒരു ഡ്രം, ഒരു ബാൻഡ് സെറ്റ് പോലത്തെ ഒരു പ്രോഗ്രാം അവർ തമ്മിൽ പരസ്പരം ആലോചിച്ചു, ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിനൊരു നല്ലൊരു തുക ആവശ്യമുണ്ട്, ഏകദേശം 50,000 പ്ലസ് അതിൽ മുകളിൽ പോകുന്ന പണം അതിനാവശ്യമുണ്ട്. ഈ സഹോദരി പറയുന്നു, താനൊരു കയർ തൊഴിലാളിയാണ്, പക്ഷേ തൻ്റെ കയ്യിൽ അതിനുള്ള ഒരു സാമ്പത്തികമോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എല്ലാ ഞായറാഴ്ചകളും താൻ വരുമ്പോൾ വിശ്വാസത്തോടു കൂടി തൻ്റെ മകന് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് തന്നെ പറഞ്ഞ് താൻ പ്രാർത്ഥിച്ചിരുന്നു. ഈ സഹോദരി പറയുന്നു, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പൈസ എവിടെ നിന്ന് വന്നെന്നറിയില്ല, 50,000 രൂപ തനിക്ക് ലഭിച്ചു. ആ മകൻ ഏകദേശം 20 ഇൻസ്ട്രുമെൻറ്റ്സ് അതിലുണ്ട്, എല്ലാം വാങ്ങിച്ചു. ഇന്ന് അവരൊരു ടീമായി അത് പ്രോഗ്രാം പല സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അങ്ങനെയും അനുഗ്രഹിച്ചിട്ടാണ്. കൈകൾ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് നീ പകർന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Let us read one verse, 2 Peter നമുക്കതിൽ ഒരു വാക്യം വായിക്കാം. chapter number 1, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം verse number 4. അതിന്റെ 4-ാമത്തെ വചനം. Through these he has given us his very great and precious promises, so that through them
you may participate in the divine nature, having escaped the corruption in the world caused by evil desires. 4-ാമത്തെ വചനം, അതേ മഹത്വത്താലും ശ്രേഷ്ഠതയാലും അവിടുന്ന് തൻ്റെ മഹനീയവും അമൂല്യവുമായ വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവയാൽ നിങ്ങൾ ദുർമോഹത്താൽ ഉണ്ടാകുന്ന ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരുന്നു. I will give you a homework. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോംവർക്ക് നൽകുകയാണ്. When you read the Bible, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ take a color pencil, ഒരു കളർ പെൻസിൽ എടുക്കണം. a sketch pen or any other color pencil. ഒരു സ്കെച്ച് പെനോ മറ്റെന്തെങ്കിലും കളർ പെൻസിലോ. When you read the Bible, whenever you come across a promise, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴൊക്കെ ഒരു വാഗ്ദത്ത വചനം എത്തുമോ underline it or color it. അതൊന്നില്ലെങ്കിൽ അടിവരയിടുക അല്ലെങ്കിൽ അത് കളർ ചെയ്യുക. Every promise has a potential in it. എല്ലാ വാഗ്ദത്ത വചനങ്ങൾക്കും അതിനകത്തൊരു ശക്തിയുണ്ട്. There is a future in it. അതിനകത്തൊരു ഭാവിയുണ്ട്. There is life in it. അതിനകത്ത് ജീവനുണ്ട്. There is power in it. അതിനകത്ത് ശക്തിയുണ്ട്. Hallelujah. ഹല്ലേലൂയ. So whenever you see a promise, നിങ്ങൾ എപ്പോഴൊക്കെ ഒരു വാഗ്ദത്ത വചനം കാണുന്നു, highlight it അത് ഹൈലൈറ്റ് ചെയ്യുക. and start claiming it. Lord, I want this. കർത്താവേ എനിക്കിത് വേണം, അവകാശപ്പെടുക. This is your promise. ഇത് അങ്ങയുടെ വാഗ്ദത്തമല്ലേ? Hallelujah. ഹല്ലേലൂയ. For example, ഉദാഹരണമായി, suppose there is a 5-year-old girl ഒരു 5 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ and she has a father, a daddy. ആ പെൺകുഞ്ഞിന് ഒരു അപ്പനുണ്ട്. Listen to me. എന്നെ കേൾക്കൂ. One day daddy promised one thing. ഒരിക്കൽ അപ്പൻ ഒരു വാഗ്ദാനം നൽകി. This Sunday I am going to take you to the park, children's park. ഈ ഞായറാഴ്ച നിന്നെ ഞാൻ കുട്ടികളുടെ പാർക്കിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. When Saturday comes, ശനിയാഴ്ച ആയപ്പോൾ daddy ഡാഡി you promised me tomorrow you will take me to the children's park. നാളെ എന്നെ പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുകയാണ്. Yeah, we will go tomorrow. ശരി മോളെ, ശരി, നാളെ പോവാം. We will go. പോവാം. And Sunday morning, ഞായറാഴ്ച രാവിലെ 5 o'clock. 5 മണി. Daddy, today we will go to children's park. ഡാഡി ഇന്നാണ് പോകുന്നത്, ഇന്നാണ് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൽ പോകുന്നത്. You sleep, it's only 5 o'clock. മോളെ നീ ഉറങ്ങ്, 5 മണിയായിട്ടുള്ളൂ. I will call you. ഞാൻ നിന്നെ വിളിച്ചോളാം. 5:30 again, daddy, we should go. 5:30 പിന്നെയും അപ്പൻ വിളിക്കും. പോണ്ടേ നമുക്ക് പോകണ്ടേ. Mole, sleep, it's only 5:30. മോളെ കിടന്നുറങ്ങ്, 5:30 മണിയായിട്ടുള്ളൂ. I will call you. ഞാൻ നിന്നെ വിളിച്ചോളാം. That time you can wake up. അപ്പൊ നിങ്ങൾക്ക് എഴുന്നേൽക്കാം. 6 o'clock again, daddy. 6 മണിക്ക് പിന്നെയും വിളി വന്നു. 6 o'clock, shall we go to park? 6 മണിയായല്ലോ, നമുക്ക് പോകാമോ? 7 o'clock again. 7 മണിക്ക് പിന്നെ 8 o'clock again. 8 മണി. And finally daddy says the children's park is open only in the evening. മോളെ ചിൽഡ്രൻസ് പാർക്ക് വൈകുന്നേരം മാത്രമേ തുറക്കുള്ളൂ. After 4 o'clock we will go. 4 മണിക്ക് ശേഷം, വൈകിട്ട് 4 ശേഷം But the പോകാം. girl is always very impatient. പക്ഷേ ഈ പെൺകുട്ടിക്ക് വളരെ അക്ഷമയാണ്. We are also like that. നമ്മളും അങ്ങനെയാണ്. God has given us wonderful promises. ദൈവം നമുക്ക് നല്ല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. But we are impatient. Somehow we want to get it now. നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പോ തന്നെ അത് കിട്ടണം. വളരെ അക്ഷമരാണ്. But the daddy says time is not yet. When the time comes I will let you know. പക്ഷെ ഡാഡി പറയുകയാണ് സമയമായിട്ടില്ല, സമയം വരുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കും. That's why the Bible says in order to receive the promises of God we need to have patience and perseverance in our lives. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ഷമയും സഹിഷ്ണുതയും ആവശ്യമാണ്. Never be impatient. ഒരിക്കലും അക്ഷമരാകരുത്. You have to wait and wait till the time of God. ദൈവത്തിന്റെ സമയം വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം. Say hallelujah. ഒരു ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ. And when the time comes, സമയം വരുമ്പോൾ more than what we imagine, more than what we dream, more than what we expect, more than what we calculate, God will fulfill his promises. ആ സമയം എത്തുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നതിനും അപ്പുറം, ചിന്തിച്ചതിനും നിരൂപിച്ചതിനും സങ്കല്പിച്ചതിനും അപ്പുറമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. Hallelujah. ഹല്ലേലൂയ. That time we will jump and leap and praise God. ആ സമയത്ത് നമ്മൾ തുള്ളി ചാടി കർത്താവിനെ സ്തുതിക്കും. But we should learn to wait for God's time. പക്ഷേ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ പഠിക്കണം. Hallelujah. ഹല്ലേലൂയ. Every child of God should learn to wait for the Lord. എല്ലാ ദൈവമക്കളും കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ പഠിക്കണം. Hallelujah. Hallelujah. Abraham got a promise. അബ്രഹാമിന് ഒരു വാഗ്ദാനം ലഭിച്ചു. God said, Abraham, you will get your own child. അബ്രഹാമേ, നിനക്ക് ഒരു സ്വന്തം മകൻ കിട്ടും. Hello.
You will get your own child. നിനക്കൊരു സ്വന്തം മകൻ No ജനിക്കാൻ need of പോകുന്നു. adoption. നീ അഡോപ്റ്റ് ചെയ്യണ്ട, No need of any other method. മറ്റൊരു മെത്തേഡിലേക്ക് നീ പോകണ്ട. I am God and I will keep my promise. I'm a promise keeping God. You wait, you will have your own child. ഞാൻ ദൈവമാകുന്നു, ഞാൻ വാക്ക് പാലിക്കുന്ന ദൈവമാണ്, നീ കാത്തിരിക്കുക, നിന്നിൽക്ക് തന്നെ ഞാൻ ഒരു സ്വന്തം മകൻ നിനക്ക് നൽകാൻ പോവുകയാണ്. I am your shield and I am your reward. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Wait for my time. എന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. But Sarah had no patience. പക്ഷേ സാറയ്ക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. What happened was, in Hagar, Abraham had a child called Ishmael. എന്ത് സംഭവിച്ചു? ഹാഗാറിലൂടെ ഇശ്മായേൽ എന്ന് പറഞ്ഞൊരു മകൻ ജനിച്ചു. And that child became a problem, a great problem in the family. ആ കുഞ്ഞ് കുടുംബത്തിനകത്ത് വലിയൊരു പ്രശ്നമായി മാറി. Finally, Abraham had to send the mother and child away from the household. അങ്ങനെ അബ്രഹാമിന് ആ ഹാഗാറിനെ മകനെ വീട്ടിൽ നിന്ന് തന്നെ വിടേണ്ടി വന്നു. There was a constant trouble in the family because of that. അതുകൊണ്ട് വീട്ടിൽ ഉടനീളം പ്രശ്നമുണ്ടായിരുന്നു. This is a lesson for us. ഇത് നമുക്കുള്ളൊരു പാഠമാണ്. If God has given us a promise, ദൈവം നമുക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ we have to wait for the God appointed time. ദൈവം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. God will never back out from his promise. ദൈവം തന്റെ വാഗ്ദാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല. He is a promise keeper. അവൻ വാക്ക് പാലിക്കുന്ന ദൈവമാണ്. Our God is a promise keeper. ദൈവം വാക്ക് പാലിക്കുന്ന I am ദൈവമാണ്. speaking to everyone here. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ സംസാരിക്കുന്നു. If God has given you a promise, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയെങ്കിൽ he will fulfill it അവൻ പൂർത്തിയാക്കിയിരിക്കും. in his way, at his time. അവന്റെ സമയത്ത് അവന്റെ രീതിയിൽ. Shout a big ഒരു hallelujah. വലിയ ഹല്ലേലൂയ. Always remember, delay is not denial. എപ്പോഴും ഓർക്കുക, വൈകുന്നത് അത് നിരസിച്ചു എന്നതിന് അർത്ഥമല്ല. Say it again. ഒരു കാര്യം വൈകി എന്നത് അത് ദൈവം നിരസിച്ചു എന്നതല്ല അർത്ഥം. എല്ലാവരും കേട്ടോ? വൈകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിട്ടില്ലെന്നല്ല, സമയമായിട്ടില്ലെന്ന്. Hallelujah. ഹല്ലേലൂയ. God is organizing something, God is orchestrating something, God is arranging something so that you will get the gift, you will get the promise in a better way. ദൈവം നിങ്ങൾക്ക് കുറെ കൂടി മേൽത്തരമായ രീതിയിൽ ആ ദൈവത്തിന്റെ സമ്മാനം ലഭിക്കുവാനായി, ദൈവത്തിന്റെ നന്മ ലഭിക്കുവാനായി കാര്യങ്ങളെ ദൈവം ഒരുക്കുകയാണ്, അതിനെ ദൈവം സംഘടിപ്പിക്കുകയാണ്. More than everything, God is preparing us to receive the promise. അതിനെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കുവാനായി നമ്മളെ അതിനുവേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Always remember, waiting time is not a wasting time. എപ്പോഴും ഓർക്കുക, നമ്മൾ കാത്തിരിക്കുന്ന സമയം അത് പാഴാകുന്ന സമയമല്ല. Hallelujah. ഹല്ലേലൂയ. During that time, God is building our life. ആ സമയത്തിൽ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. God is building our character. നമ്മുടെ സ്വഭാവത്തെ അവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. He is enabling us and empowering us. അവൻ നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. Hallelujah. ഹല്ലേലൂയ. So that time is not a waste. ആ സമയം പാഴായിട്ടുള്ള സമയമല്ല. Hallelujah. ഹല്ലേലൂയ. He is mindful of us. അവൻ നമ്മളെ കുറിച്ച് ശ്രദ്ധയുള്ള ദൈവമാണ്. Some of you think that God has forgotten you. ചില ആളുകൾ ചിന്തിക്കുന്നു, ദൈവം എന്നെ മറന്നിരിക്കുന്നു. Let me tell you something. God has no Alzheimer's disease. ഞാൻ പറയട്ടെ, അൽഷിമേഷ്യസ് രോഗബാധിതനല്ല ദൈവം. God has no disease. ഒരു രോഗവും God ദൈവത്തിനില്ല. has no memory problem. ഒരു ഓർമ്മക്കുറവും ദൈവത്തിനില്ല. God remembers you always. ദൈവം നിന്നെ എപ്പോഴും ഓർക്കുന്നു. No forgetfulness. ഒരിക്കലും അവന് മറവിയില്ല. The Bible says God is always mindful of you. വചനം പറയുന്നു, ദൈവം നിങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ദൈവമാണ്. God knows all your situation. നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന് അറിയാം. Some people, when they pray, they explain everything to God. God, this is happening, this person is doing that, this. No need of educating God. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അവിടെ ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ദൈവത്തിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. Because God is an
all-knowing God. ദൈവം സകലതും അറിയുന്ന ദൈവമാണ്. Simply yield before the Lord. ദൈവത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Hallelujah. ഹല്ലേലൂയ. Shall we also yield our life before the Almighty God? നമ്മൾക്ക് അതുപോലെ ദൈവത്തിന് വേണ്ട രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് കൊടുക്കാമോ? Hallelujah. ഹല്ലേലൂയ. When we yield ourselves like that, നമ്മളെ തന്നെ ആ രീതിയിലേക്ക് ദൈവത്തിന്റെ അടുക്കൽ കൊടുക്കുമ്പോൾ He will do more than what we imagine or expect. നമ്മൾ ചിന്തിക്കുന്നതിലും നിരൂപിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. God is speaking to some of you sitting here. ഇവിടെ ഇരിക്കുന്ന പല ആളുകളോടും ദൈവം Some of you സംസാരിക്കുകയാണ്. have waited and waited for one thing for many years. നിങ്ങൾ ചില ആളുകൾ ഒരു കാര്യത്തിനു വേണ്ടി വളരെ വർഷങ്ങളായി കാത്തിരിക്കുന്നു. But all the belated blessings will be huge and big blessings. എല്ലാ വൈകി വരുന്ന അനുഗ്രഹങ്ങളും വലിയ അനുഗ്രഹങ്ങളായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Let me tell you, your blessings are on the way. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. It will never be stuck anywhere. അത് ഒരിക്കലും ഒരു സ്ഥലത്ത് തടഞ്ഞു നിൽക്കുകയില്ല. Because God is sending the blessing. കാരണം ദൈവമാണ് അനുഗ്രഹത്തെ അയക്കുന്നത്. No human being can block it. ഒരു മനുഷ്യ ശക്തിക്കും അതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. No evil spirit can block it. ഒരു ദുരാത്മാവിനും അതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. Because God's hands are mighty hands. കാരണം ദൈവത്തിന്റെ കരങ്ങൾ ശക്തിയുള്ള കരങ്ങളാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജൂലൈ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് പ്രവർത്തിക്കുവാൻ സെക്കൻഡുകൾ മതി. വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി, അവിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി കർത്താവ് ഒന്നും ചെയ്യണമെന്നില്ല. എന്നാൽ കർത്താവ് ഈ സമയത്ത് ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടെല്ലിന് തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആയാസമുള്ള ചില ജോലി ചെയ്യുന്ന, എന്ന് വെച്ചാൽ വലിയ ഭാരം ചുമക്കുന്ന, അങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ചില വ്യക്തികളിൽ നട്ടെല്ലിനെ ബാധിച്ചിരിക്കുന്ന ചില പ്രയാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ലങ്സ്, ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ, ചെറുതാകാം വലുതാകാം മാരകമാകാം, യേശു കർത്താവ് അങ്ങനെയുള്ള ചിലരെ സൗഖ്യമാക്കാൻ ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കിഡ്നികൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് സൗഖ്യമാകട്ടെ. അതുപോലെ ഇൻറ്റസ്റ്റൈൻസ്, കുടലിനകത്തുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം, ഏത് രീതിയിലുള്ള ക്യാൻസർ ആയാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ഹൈലി ഡയബറ്റിക് ആയ ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിപ്പിക്കുന്നതായിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ഗ്ലോക്കോമ സൗഖ്യമാകുന്ന, കണ്ണുകളെ ബാധിക്കുന്ന ഗ്ലോക്കോമ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആന്തരാവയവങ്ങളിൽ ചിലത് ചുരുങ്ങുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കരനീട്ടി പ്രവർത്തിക്കണമേ. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. അതുപോലെ ഒരു ഭീമമായ സാമ്പത്തിക നഷ്ടം ഉണ്ടായി മനസ്സ് വല്ലാതെ വേദനിച്ച് ജീവിക്കേണ്ട എന്ന് വരെ തോന്നുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ ആ പ്രയാസത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുറത്തുവരട്ടെ. മാത്രമല്ല സ്റ്റെപ്പായി ആ വലിയ നഷ്ടത്തിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ,
വളരെ വേദനയോടെ ആയിരിക്കുന്നവരോടൊപ്പം ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് മാത്രമല്ല, പ്രശ്നങ്ങളിൽ വലിയ പരിഹാരം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്. തീർച്ചയായും വരണം. ശനിയാഴ്ച പെരുമ്പാവൂരിലാണ് നടക്കുന്നത്. അവിടേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിലൂടെ കർത്താവ് ഓരോരുത്തരെയും സ്പർശിക്കട്ടെ എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ തപാൽ മാർഗം ഒക്കെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.